നിർമ്മിച്ചിട്ടുള്ളത്. 1940 കൊട്ടാരം നവീകരിച്ചിട്ടുണ്ട്. നിരവധി അമൂല്യ വസ്തുക്കൾ കൊട്ടാരത്തിന്റെ അകത്തുണ്ട്. ഏകദേശം 50 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ഒരു വർഷം ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. നിലവിൽ ഈ കൊട്ടാരം സന്ദർശിക്കാൻ മുതിർന്നവർക്ക് 100 രൂപയാണ് ഫീസ്. രാത്രിയിൽ 1 ലക്ഷം ബൾബുകൾ ഒന്നിച്ച് പ്രകാശിച്ച് 172 വ്യത്യസ്ത വർണ്ണങ്ങളിൽ തിളങ്ങി കൊട്ടാരം കാണുന്നത് തന്നെ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. പാദരക്ഷകൾ ധരിച്ച് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. മഹിഷുരു എന്ന പേരിൽ നിന്ന് ഈ കൊട്ടാരം ഉൾക്കൊള്ളുന്ന നാടിനെ മൈസൂർ എന്ന പേരിലേക്ക് മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. മൈസൂർ പാലസിന്റെ പ്രധാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. രാജാ രവിവർമ്മ, സിദ്ധലിംഗ സ്വാമി, കെ വെങ്കടപ്പ എന്നിവരുടെ ഒട്ടനേകം പെയിന്റിങ്ങുകൾ കൊട്ടാരത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. രാജകീയ വേഷങ്ങൾ, ആഭരണങ്ങൾ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, മാർബിൾ മിനാരങ്ങൾ, കൊട്ടാരത്തിന് ചുറ്റും പൂന്തോട്ടം, 7 വലിയ ആർച്ചുകൾ, മധ്യത്തിലെ ആർച്ചിനുമേൽ ഗജലക്ഷ്മിയുടെ മനോഹരമായ പ്രതിമ, ദർബാർ ഹാളുകൾ, അംബാവിലാസ ഹാൾ, ജുവൽസ് പവലിയൻ, കല്യാണ മണ്ഡപം, അങ്ങനെ നിരവധി വിശേഷപ്പെട്ട കാഴ്ചകൾ ഇവിടെയുണ്ട്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ മുൻഗാമിയായ കൊട്ടാരത്തെ ദസറ ആഘോഷങ്ങൾക്കിടെ പടക്കങ്ങൾ പൊട്ടിച്ച് പൂർണ്ണമായി നശിപ്പിച്ച ശേഷമാണ് പുതിയ കൊട്ടാരത്തിന്റെ പണി ആരംഭിച്ചത് എന്നും പറയുന്നു. പുതിയ കൊട്ടാരം നിർമ്മിക്കുന്നത് വരെ രാജകുടുംബങ്ങൾ ജഗൻമോഹൻ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. ഏകദേശം ഇന്നത്തെ 230ഓളം കോടി രൂപ ചിലവിട്ടാണ് അന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ തുകക്ക് ഇന്നത്തെ കാലത്ത് ഇത്തരം ഒരു കൊട്ടാരം നിർമ്മിക്കാൻ കഴിയില്ല എന്നത് വേറെ കാര്യം. മൈസൂർ മഹാറാണിയായിരുന്ന വാണി വിലാസാണ് ഹെൻറി ഇർവിനെ കൊട്ടാരം നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നും പറയുന്നു. ഇനി ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ശാപകഥയുടെ ഐതിഹ്യം എന്താണ് എന്ന് നോക്കാം. 1610 കാലഘട്ടം വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ആശ്രിതനായിരുന്നു മൈസൂരിലെ രാജ വോഡയാർ. മൈസൂർ രാജ്യത്തിന്റെ ചുമതല ശ്രീരംഗപട്ടണം വൈസ്രോയി ആയിരുന്ന തിരുമല രാജക്കായിരുന്നു. 1565 വിജയനഗര സാമ്രാജ്യം തകർന്നു തുടങ്ങിയതോടെ സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള മൈസൂർ രാജാക്കന്മാരുടെ ആഗ്രഹം ശക്തമത്തായി. തിരുമല രാജ രോഗാതുരനായതോടെ അവസരമടുത്തതായി അവർ മനസ്സിലാക്കി. രോഗം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാജ്യകാര്യങ്ങൾ ഭാര്യ അലമേലമ്മ റാണിയെ ഏൽപ്പിച്ച് തിരുമല രാജ തലക്കാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. മൈസൂരിലെ തലക്കാട് വെച്ച് തിരുമല രാജ മരണത്തിനു കീഴടങ്ങി. ഭർത്താവിന്റെ ഭൗതിക ശരീരം കാണാനും അനന്തര കർമ്മങ്ങൾക്കുമായി അലമേലമ്മ റാണി അവിടേക്ക് പോകുകയും ഈ അവസരം മുതലെടുത്ത രാജാ വോഡയാർ ശ്രീരംഗപട്ടണം ആക്രമിച്ച് കീഴടക്കുകയും സ്വയം രാജാവായി അവരോധിക്കുകയും ചെയ്തു. തിരിച്ച് ശ്രീരംഗപട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന അലമേലമ്മ റാണി തൊട്ടടുത്തുള്ള മാലങ്കി എന്ന ഗ്രാമത്തിൽ താമസം തുടർന്നു. അലമേലമ്മ റാണി ശ്രീരംഗപട്ടണത്തെ രംഗനായക സ്വാമിയുടെ ഭക്തയായിരുന്നു. അലമേലമ്മ റാണിയുടെ ആഭരണങ്ങളായിരുന്നു വിശേഷ ദിവസങ്ങളിൽ രംഗനായകി ദേവിയെ അണിയിച്ചിരുന്നത്. അധികാരമേറ്റെടുത്ത ശേഷം ഈ ആഭരണങ്ങൾ തന്റെ കീഴിൽ തന്നെ വരണമെന്ന് ശഠിച്ച വോഡയാർ രാജ തന്റെ പട്ടാളക്കാരെ അതിനായി നിയോഗിച്ചു.